ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഇഫ്താർ വിരുന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് കഴിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് നമ്മളും പറ്റുന്ന പോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് LN ബ്ലോഗ്സിലും. അപ്പോൾ ഇന്ന് ഞാൻ തീരെ ചെറിയ കാര്യമല്ല, ഇച്ചിരൂടെ വലിയൊരു കാര്യം ചെയ്യാൻ പോണു. അതായത് ഇത് നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്നാക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് മെയിൻ ഫുഡായിട്ട് കഴിക്കാൻ പറ്റിയ കാര്യമാണ്. പ്രധാന ഭക്ഷണം, ഓക്കെ, ഒരു ഹോൾസം മീൽ പോലെ കഴിക്കാൻ. ഇത് ചെമ്മീൻ പിടിയാണ്. ചെമ്മീനൊക്കെ ഈ സമയത്ത് ഒരുപാട് കഴിക്കുന്നതാണ് ആൾക്കാർ. ഒരുപാട് പല രീതിയിൽ ചെമ്മീൻ ചെമ്മീൻ പിടി അങ്ങനെയൊക്കെ കഴിക്കാറുണ്ടല്ലോ. ഇത് ചെമ്മീൻ പിടി ഭയങ്കര സ്വാദാണ്, ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ ഇതിന് പുഴുക്കലരിയുടെ പൊടി, അരിപ്പൊടിയാണെങ്കിൽ കൂടുതൽ നല്ലത്. അതിപ്പോൾ മലബാർ സൈഡിലൊക്കെ കിട്ടാറുണ്ട്, പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പുഴുക്കലരിയുടെ, ദാറ്റ് ഈസ് ബോയിൽഡ് റൈസിൻ്റെ പൗഡർ ഫോമിലുള്ളത്. സാധാരണ നമ്മൾ പച്ചരിപ്പൊടിയല്ലേ ഉപയോഗിക്കുന്നത്, ഇത് ബോയിൽഡ് റൈസിൻ്റെ പൊടി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പൊടി ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ മലബാർ സൈഡിൽ നിന്ന് ഉള്ള ആ ഒരു പൊടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എറണാകുളത്ത് നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നതാണ്, ഓക്കെ, പാക്കറ്റിൽ. അപ്പോൾ ഇതിനാണെങ്കിൽ ചൂടുവെള്ളമൊന്നും വേണ്ട, പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മാത്രം മതി, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട, സാധാരണ പച്ചരിപ്പൊടി എടുക്കുക, വറുത്ത പച്ചരിപ്പൊടി തിളച്ച വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കുഴക്കാൻ ഇപ്പോൾ 1 കപ്പ് അളവിൻ്റെ ആണ് ഞാൻ പറയുന്നത്. അര കിലോ ചെമ്മീനും 1 കപ്പ് അരിപ്പൊടി. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള പത്തൽ ഉണ്ടാക്കണം, ചെറിയ. അതിന് ഇതിപ്പോൾ 1 കപ്പ് അരിപ്പൊടി, ഇത് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതും, അതിനകത്തേക്ക് ഒരു 4 കൊച്ചുള്ളി, പിന്നെ അതുപോലെ 1 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം അത് 1 ടീസ്പൂൺ. ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ച ഫോമിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു സൈഡിൽ ഞാനിപ്പോൾ ചെമ്മീൻ്റെ തലയെല്ലാം കൂടി തിളപ്പിക്കാനായിട്ട് ഇട്ടിരിക്കുക. ഇത് സ്റ്റോക്ക് എടുക്കാനാണ്. ഈ സ്റ്റോക്കും കൂടി ചേർത്താൽ ഭയങ്കര സ്വാദായിരിക്കും നമ്മുടെ ചെമ്മീൻ പിടിക്ക്. അപ്പോൾ ഇത് 1 കിലോ ചെമ്മീൻ്റെ തല കളയണ്ടല്ലോ, അങ്ങനെയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ നടുക്ക്, അതായത് കുറുക്ക് ഭാഗത്തായിട്ടൊരു കറുത്ത ഒരു അഴുക്കുണ്ടാവും, അതൊക്കെ ഇളക്കി കളയണം, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റോക്ക് കിട്ടുമ്പോൾ അതും കൂടി നമുക്ക് ചേർക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ആ ഒരു നല്ലൊരു പ്രോൺസിൻ്റെ ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അതവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ ആ ഒരു ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് അതും കൂടി ചേർക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അരച്ച അരപ്പും അരിപ്പൊടിയും, അതായത് തേങ്ങ, പെരുംജീരകം, കൊച്ചുള്ളി, അതെല്ലാം അരച്ചെടുക്കുന്നതും ഈ അരിപ്പൊടിയും. ഇതിപ്പോൾ ഈ അരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ സാധാരണ വെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പോകണം. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കണം. അപ്പം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചു. ഇത് അരച്ച കാര്യങ്ങൾ ഇവിടെ റെഡി. തേങ്ങയുടെ അരപ്പ് ഇനി ഈ പാത്രത്തിലേക്ക് 1 കപ്പ് അളന്നതാണ്, 1 കപ്പ് മാവും അരിപ്പൊടി, അതിനാവശ്യമായ കുറച്ചുപ്പ്. ഇതാണ് നമ്മളുടെ തേങ്ങ, പെരുംജീരകം, കൊച്ചുള്ളി അരപ്പ്. 1/2 കപ്പ് തേങ്ങയിലാണ് അരച്ചെടുത്തത്. കുറച്ച് വെള്ളം, ചൂടുവെള്ളമല്ല, ഇത് സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു മാവ് കുഴയ്ക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു മാവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വറുത്ത അരിപ്പൊടിയിൽ നല്ല ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ബോയിലിംഗ് വാട്ടർ ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കണം. ഓക്കെ, ഇത് പെട്ടെന്ന് റെഡി ആവുന്നു. ഇച്ചിരി വെള്ളം കൂടി വേണം. വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു മാവ്. എന്ത് എളുപ്പമാണ് നോക്കി, പെട്ടെന്ന് റെഡിയായി. വളരെ സ്മൂത്തായിട്ട് മാവ് ഉരുട്ടിയെടുക്കാൻ പറ്റും. അല്പം കൂടി വെള്ളം കൊടുക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് നോക്കട്ടെ, കറക്റ്റാ. ഇനി ഇതിൽ നിന്നും കുഞ്ഞു പത്തലാണ് ഞാൻ ചെയ്തെടുക്കാൻ പോണത്. കുഞ്ഞു പത്തൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ചെറിയ ഉരുളകൾ ഉരുട്ടുന്നു, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഒരു പത്തലായി. ഇത് കണ്ടല്ലോ, ഇറ്റ്സ് വെരി സിമ്പിൾ. സൈസെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് സൈസ് എടുക്കാം. ഏത് ഉരുള എടുക്കുന്ന ആ ഒരു സൈസിനനുസരിച്ചിട്ട് പത്തൽ റെഡിയാകും.
ഇത് വലിയ ജോലിയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൂടെ വേണമെങ്കിൽ ഇൻവോൾവ് ചെയ്യിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പണ്ടത്തെ കാലത്തൊക്കെ കൂട്ടുകുടുംബമല്ലേ, അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറച്ച് ക്വാണ്ടിറ്റി ഒന്നും പോരല്ലോ, ഒത്തിരി വേണം. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഉരുട്ടി സ്ത്രീകളെല്ലാം ഇങ്ങനെ രസകരമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ പത്തലുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എനിക്ക് കക്കറോട്ടി ചെയ്ത ഓർമ്മയാണ് വരുന്നത്. കക്കറോട്ടിയിൽ ഇതുപോലെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇത് അരിപ്പൊടി പച്ചരിപ്പൊടിയെക്കാട്ടിലും നല്ലത് നമ്മൾ ഈ പുഴുക്കലരിയുടെ പൊടിയാണ്. അതാണ് ടേസ്റ്റ്. അപ്പോൾ പത്തലെല്ലാം ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്യണം. നമ്മുടെ വർഷങ്ങളായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റീമറിൻ്റെ താഴത്തെ തട്ടിലൊരു ഹോള് വന്നു, അത് ചോർന്നു തുടങ്ങി, അത് ചീത്തയായി, വലിയ സങ്കടം. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു സ്റ്റീമർ വാങ്ങിക്കാം നമുക്ക്. പക്ഷേ തൽക്കാലം ഞാനൊരു ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ പോകും. തട്ടിൽ ഇച്ചിരി എണ്ണ തടവിയിട്ടുണ്ട്. ഇനി പാത്രം അടച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാം. ഒരു 10 മിനിറ്റ് 10 മിനിറ്റ്സ് സ്റ്റീമിങ്. സ്റ്റോക്കിനെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഇതിനെ അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ അതവിടെ സ്റ്റീമിൽ വരുന്ന സ്റ്റീം, അതായത് ആവിയിലൊന്ന് വെന്ത് വരട്ടെ. ഈ സമയം നമ്മൾ കളയുന്നില്ല, ഒരു 2 സവാള ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ പ്രോൺസിൻ്റെ ആ ഒരു ഗ്രേവി, ഒരു കറി പോലെ ഉണ്ടാക്കുന്നു. അതിലേക്കാണ് ഈ പിടി ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ചെമ്മീൻ പിടി അങ്ങനെയാകും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ പിടി തുടങ്ങിയാലോ. കുറച്ച് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഇടുന്നു. ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചതച്ച കുറേ കാര്യങ്ങളുണ്ട്, അതിവിടെ എല്ലാം ചതച്ച് വെച്ചിരിക്കുവാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി 1 കപ്പ് നിറച്ചെടുത്തിട്ട് ചതയ്ക്കണം. വെളുത്തുള്ളി ഒരു 6 അല്ലി, വലിയ അല്ലി. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം, മീഡിയം സ്ക്വയർ പീസ്. 4 പച്ചമുളക്, ഇതെല്ലാം കൂടി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം. ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇഞ്ചി, വെളുത്തുള്ളി ഒരു സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഇഞ്ചി ഒരു 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ഒരു 1.5 ടേബിൾ സ്പൂൺ, അങ്ങനെ വിചാരിക്കാം. ഓക്കെ, അല്ലി കണക്കാണെങ്കിൽ വലിയ അല്ലി 6 എണ്ണം, ഒരു വലിയ സ്ക്വയർ പീസ് ഇഞ്ചി. ഇതിപ്പോൾ 4 പച്ചമുളക് ഒരു മീഡിയം സൈസിൽ, അതും ചതച്ചത്. ഇതിങ്ങനെ ഒന്ന് ചെറുതായി വാടി തുടങ്ങുമ്പോൾ കൊച്ചുള്ളി 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ചതച്ചത്. ആ കൊച്ചുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു മണവും രുചിയൊക്കെയാണ്. കൊച്ചുള്ളി എൻ്റെ തോട് കളഞ്ഞെടുക്കാനുള്ളൊരു പാടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൽ വരെ കൊച്ചുള്ളി എല്ലാം ഇങ്ങനെ തൊലി മാറ്റിയത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന ടൈമിൽ കൊച്ചുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒരല്പം കറിവേപ്പില ഈ ഒരു സമയത്തും ഇടാം, അവസാനവും ഇടാം. എല്ലാം കൂടി കിടന്നൊന്ന് കളറൊന്ന് ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മൾ 2 സവാള അരിഞ്ഞതും കൂടി ചേർക്കണം. എണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല. സവാളയും റെഡിയാണ്. ഇത് കഴിഞ്ഞാൽ അത് സവാള ഇടുന്നു, വഴറ്റുന്നു. പിന്നെന്താ നമ്മൾ ചെയ്യാൻ പോണത്, കുറച്ച് പൊടികൾ കൂടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ആൻഡ് മുളക് പൊടി. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, കുറച്ച് പെരിഞ്ചീരകം നമ്മൾ ആ ഒരു പത്തലിൽ ചേർത്തിട്ടുണ്ട്, അരച്ച തേങ്ങയുടെ അരപ്പിൻ്റെ കൂടെ. അല്ലാണ്ട് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടൊന്ന് ചതച്ച് വയ്ക്കുക. അത് ഇതിൽ മസാലയിൽ ചേർക്കാനാണ്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുക്കാം. ഇത് നോക്കി കളറൊക്കെ ചെറുതായി ഒന്ന് മാറാനായിട്ട് തുടങ്ങുന്നു, ഒന്ന് വാടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്കാണ് ആ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കും. 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇത്ര പെരിഞ്ചീരകത്തിൻ്റെ മണം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു നേർപകുതി 1.5 ടീസ്പൂൺ ചതച്ചിട്ടാലും മതി. പക്ഷേ ഇത് നല്ലൊരു ഫ്ലേവർ തരും ഈ പെരിഞ്ചീരകം. ഇനി ഇതിനകത്തേക്കാണ് പെരിഞ്ചീരകവും ഇതിൻ്റെ കൂടെ കിടന്ന് മൂത്ത് തുടങ്ങി. ഇനി നമ്മുടെ സവാള, 2 മീഡിയം സവാള അരിഞ്ഞത്, എല്ലാം കൂടി കിടന്ന് കളറൊക്കെ ഒന്ന് മാറി കുഴഞ്ഞ പാകമായിട്ട് വരട്ടെ. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇതൊരു സൈഡിൽ കിടന്ന് റെഡി ആകട്ടെ, അതായിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി 2 ടൊമാറ്റോ അതും കൂടി ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം, ഹാഫ് സ്ലൈസസ്. അപ്പോൾ നമ്മൾ കുക്കിങ്ങും കട്ടിങ്ങും ഒരേ സമയം നടക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ടൈം ലാഭിക്കാം. പലപ്പോഴും അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നേരത്തെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡാക്കി അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാമല്ലോ. ഇപ്പോൾ ഞാൻ ഉള്ളി പിന്നെ റെഡിയാക്കി വെക്കുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാം. അടുപ്പിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും. പത്തലിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് കറക്റ്റ് നമ്മളിതൊക്കെ ആകുമ്പോഴത്തേക്കും അത് റെഡിയാകും. ഇപ്പം നോക്കിയതേ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം നന്നായിട്ട് വാടി, കൊച്ചുള്ളി ചെറുതായി കളറെല്ലാം മാറാൻ തുടങ്ങുന്നു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർക്കാം. ആ മഞ്ഞൾപ്പൊടി വരുമ്പോൾ തന്നെ എന്താ ഒരു മാറ്റം, ഗ്ലാമർ കൂടിയില്ലേ. അതാണ്, ഓരോ കാര്യത്തിനും ഓരോ പേർപ്പസ് ഉണ്ട്. കാണാനുള്ള ലുക്കും മണവും രുചിയും വളരെ നല്ലതാണ് വയറിനെല്ലാം. മഞ്ഞൾപ്പൊടി. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നു. 4 പച്ചമുളകിൻ്റെ എരിവുണ്ട്, ഇത് കൂടാണ്ട് 1 ടീസ്പൂൺ. എരിവ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണും കൂടി ആകാം. ഇത് മതി. ഞാൻ പിരിയൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്തോളൂ. ഹീപ്ഡ് ടീസ്പൂൺ തന്നെ ഇട്ടുള്ളൂ. ഒരല്പം കൂടി ഞാൻ ചേർക്കണു. ഓക്കെ, 1 ടീസ്പൂൺ നിറച്ചെടുക്കാം. ഞാൻ നിറച്ചിങ്ങനെ എടുത്തില്ല, അത് കാരണം ഒരല്പം കൂടി ചേർത്തു. നോക്കിയാൽ കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കണം. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു പാകം. ഇത് ഇപ്പം നല്ലതായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം പാകത്തിന് മൂത്തു. ആഹാ, നല്ലൊരു മണം. പെരുംജീരക പൊടിയൊക്കെ ഇല്ലേ നമ്മൾ ചതച്ചിട്ടത്, നൈസ്, നല്ലൊരു മണം. ഇങ്ങനെ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന ഈ ഒരു സ്റ്റേജിൽ ടൊമാറ്റോയും കൂടി ചേർക്കാം. 2 ടൊമാറ്റോ സ്ലൈസസ്, ഹാഫ് സ്ലൈസസ്. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുന്നൊരു പാകം, അതാണ് വേണ്ടത്. ഇനി ഞാനൊരല്പം ഉപ്പും കൂടി ചേർക്കണു. എല്ലാം കൂടി പെട്ടെന്ന് കുഴഞ്ഞ രീതിയിലാകും. അപ്പോഴത്തേ നോക്കി എല്ലാം കൂടി ആ ടൊമാറ്റോ ഒക്കെ കുഴഞ്ഞ് ഉള്ളി എല്ലാം കൂടി എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ 1/2 കിലോ ഇട്ട് കൊടുക്കണം. കാണുന്നുണ്ടല്ലോ, നല്ല വലിപ്പമുള്ള ചെമ്മീനാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് ഇങ്ങനെ പിടിക്കട്ടെ. അപ്പോൾ ചെമ്മീനും കുറച്ച് ഗ്ലാമർ വന്നുകൂടി. ഇതൊന്ന് വാടുമ്പോൾ തന്നെ ചെമ്മീൻ്റെ ഷേപ്പൊക്കെ കുറച്ചുകൂടി റൗണ്ടാകും. അത് കുറച്ചുകൂടി ഭംഗിയുള്ളൊരു പീസസായിട്ട് മാറും. കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നോക്കിയേ, ചെമ്മീൻ്റെ കളറൊക്കെ മാറി വരുന്നത്, വൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തോട്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചെമ്മീൻ്റെ സ്റ്റോക്ക് ഒഴിക്കുന്നത്. അത് ആവശ്യാനുസരണമാണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇത്ര ഒഴിക്കുന്നുള്ളൂ. ഒരു 1/2 കപ്പ് ഒഴിക്കുന്നു. ബാക്കി ഞാൻ മാറ്റി വയ്ക്കാം, നമുക്ക് ആവശ്യം വരും. ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒരു 7 മിനിറ്റ് മതിയാകും. 7 to 8 മിനിറ്റ്സ്. ഇത് പെട്ടെന്ന് തന്നെ വേകും. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, ചെമ്മീൻ റബ്ബർ പോലെ ആകുന്നില്ല എല്ലാവരും പറയുന്നത്. ഇതിന് പെട്ടെന്ന് വേകാനുള്ള കഴിവുണ്ട്, അതാണ് സംഭവം. ഓക്കെ, വേഗട്ടെ. ഇച്ചിരി ഉപ്പും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും പോരാ, നമ്മളിട്ട് അത്രയൊന്നും പോരാ, ഇനിയും വേണം. അപ്പോഴത്തെ ബാക്കി സ്റ്റോക്ക് ഞാൻ ഒഴിക്കുന്നു. അപ്പോൾ ടോട്ടലി ഏതാണ്ട് 1 കപ്പോളം സ്റ്റോക്ക് ഒഴിച്ചു കഴിഞ്ഞു ചെമ്മീൻ്റെ. ഒരു തിളയൊക്കെ വരട്ടെ. അപ്പോൾ ഒരു 7 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 7 to 8 മിനിറ്റ്സ്, പെട്ടെന്ന് തന്നെ വേഗം. അത് കഴിയുമ്പോൾ ഇതെന്തോ കാര്യമായി നോക്കട്ടെ. പത്തൽ ഈസ് റെഡി. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. നല്ല സോഫ്റ്റ് പത്തൽ കാണുമ്പോൾ അറിയില്ലേ. ഇത് പച്ചരി ആണെങ്കിൽ കുറേ കൂടി വൈറ്റ് ആയിരിക്കും. ഇത് പുഴുക്കലരിയുടെ പൊടി ആയതുകൊണ്ടാണ്, ബോയിൽഡ് റൈസിൻ്റെ പൗഡറാണ്. അത് അത്ര ഫെയർ അല്ല, വൈറ്റ് അല്ല, കുറച്ച് വ്യത്യാസം.
താഴത്തെ തട്ടിലും ഉണ്ട്. ഒന്ന് ആവിയൊക്കെ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യട്ടെ, പത്തൽ റിലാക്സ് ചെയ്യട്ടെ. ഇപ്പോൾ ഒരു 7 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി അടുത്ത ലാസ്റ്റ് പരിപാടി, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ്, ലാസ്റ്റ് എല്ലാം കുറച്ചുകൂടി ഉണ്ട്. തീരാറായി കേട്ടോ. നല്ല കുറുകിയ തേങ്ങാപ്പാൽ 1 കപ്പ്, അതും കൂടി ഒഴിക്കും. ഇത് നോക്കിയേ, ഈ ഒരു പാകത്തിനാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം, 1 കപ്പ്. ഇനി ഇതിലേക്ക് നമ്മുടെ പത്തൽ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. അടിപൊളിയായില്ലേ? എല്ലാം ഇങ്ങനെ ഇടും. ഇതിൻ്റെ ഗ്രേവിയിലാണ് ഇതിങ്ങനെ കിടക്കാൻ പോണേ. കഴിഞ്ഞിട്ടില്ല, ഇത് കംപ്ലീറ്റ് ഇടണം. ഇത് തമ്മിൽ ഒട്ടുമൊന്നുമില്ല, കറക്റ്റാ. ഇത് ഓൾറെഡി നല്ല മണമാണ്. ഇനി ഇതിലൊന്ന് ജസ്റ്റ് ഒന്നായിക്കോട്ടെ, ഒരു 5 മിനിറ്റ്. ഇതൊരു 2 ഇളക്കൽ, അതാണ് പ്രധാനം. ഇനി അങ്ങനെ തിളച്ച് മറിയുമൊന്നും വേണ്ട. ഇതിനകത്ത് കിടന്ന് തന്നെ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇത് പിടിച്ചോളും. ഓക്കെ, ഇങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇത് പത്തലും ചെമ്മീനും എല്ലാം അതിൻ്റെ ചാറോട് കൂടി എടുത്തിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, താളിക്കൽ. ഇതൊരു മെയിൻ ഫുഡാണ്. നമ്മൾ ബിരിയാണി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഹോൾസം മീലാണ്. എല്ലാം വേണം, ഒരു രക്ഷയില്ല. ഉപ്പ് നോക്കിക്കോട്ടെ, അല്പം ഉപ്പ് കൂടി ആവാൻ തോന്നും. ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റ്, രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഇപ്പോൾ കറക്റ്റായിരിക്കും ഉപ്പെല്ലാം. ഇനി ഇതൊരു സൈഡിലേക്ക് ഒരു ചെറുതായിട്ടൊരു തിള വരാൻ തുടങ്ങുന്ന പോലെ അത്രയും മതി. 2 ഇളക്കൽ. മറ്റത് മാറ്റി വയ്ക്കാം. അടുപ്പിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് താളിക്കാം. അപ്പോൾ നല്ല കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, പശുവിൻ നെയ്യ് ഒഴിച്ചിട്ട്, കൊച്ചുള്ളി, പിന്നെന്താ വറ്റൽമുളക്, കറിവേപ്പില, അതൊക്കെ വെച്ചിട്ടാണ് താളിക്കുന്നത്. അപ്പോൾ താളിച്ച് ഒഴിക്കുന്നതിന് മുന്നേ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് താളിച്ച് ഒഴിക്കാം. ഇതിൽ കൊഞ്ചേത് പത്തലേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ആയിരിക്കും. എല്ലാത്തിനും ഒരേ ഷേപ്പല്ലേ, ഓൾ റൗണ്ട് ഷേപ്സ്. ഇച്ചിരി പരന്നൊരു പാത്രം എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ഏകദേശം ഒരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നെയ്യ് 2 ടേബിൾ സ്പൂൺ. നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി. ഇനി കൊച്ചുള്ളി ഒരു 4 വലിയ കൊച്ചുള്ളിയായിരുന്നു. അതിങ്ങനെ നീളത്തിലോ വട്ടത്തിലോ അരിയാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം സ്ലൈസസ് ആയിട്ട് കുറച്ച്. ഉള്ളിയുടെ അളവ് കൂട്ടുവാണെങ്കിലും ചേട്ടോ, ഒരു കുഴപ്പമില്ല. 4 എന്നുള്ളത് 6 7 ആയാലും കുഴപ്പമില്ല. ടേസ്റ്റാണല്ലോ കൊച്ചുള്ളി. ഇത് ഒരുപാട് ബ്രൗൺ ആകണ്ട, സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. വറ്റൽമുളക് ഒരു 3 4 ആൻഡ് കറിവേപ്പില. ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്താണെങ്കിൽ ഇത് ലാസ്റ്റ്. ഇതൊരു ഭയങ്കര ഒരു എക്സ്ട്രാ ഫ്ലേവറാണ്. ഒരുപാട് ബ്രൗൺ ആകാണ്ട് ചെറിയ രീതിയിലൊന്ന് കളർ മാറുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റണം. അതാണ് ഉള്ളിയുടെ പാകം. മുളകെല്ലാം മൂത്ത് തുടങ്ങി. സാധാരണ നമ്മളൊരു ഉള്ളി വറുത്തിടുമ്പോൾ എടുക്കുന്ന അത്രയും മുരിയണ്ട, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു പാകമാണ് പാകം. നിറം മാറാൻ തുടങ്ങുന്നു. ഇത്രയും മതി. തീ ഓഫ് ചെയ്യുന്നു. ഇനി ഇത് നേരെ നമ്മുടെ ചെമ്മീൻ പിടിയിൽ മുകളിലായിട്ട് ഒഴിക്കാം. നെയ്യുടെ ഒരു മണവും രക്ഷയില്ല. അടിപൊളി, രക്ഷയില്ല. സോ ബ്യൂട്ടിഫുൾ. കാണുമ്പോൾ തന്നെ അറിയില്ലേ യമ്മി ആണെന്ന്. അപ്പോൾ തനി നാടൻ ശൈലിയിൽ ഒരു തനതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മല്ലിയിലയുടെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എങ്ങനെയുണ്ട് നമ്മുടെ ചെമ്മീൻ പിടി? എളുപ്പമല്ലേ ഉണ്ടാക്കാൻ, ഭയങ്കര ഈസി ടു മേക്ക്.
നല്ല സ്വാദാണ്. അപ്പോൾ എന്തായാലും ഈ റമദാൻ മാസത്തിൽ, ഇത്രയും വിശുദ്ധമായ ഈ ഒരു മാസത്തിൽ, നമ്മുടെ നോമ്പെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നോമ്പ് തുറക്കുന്നൊരു സമയം, അന്നത്തെ ഒരു ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് തുറന്ന് ആദ്യത്തെ നാരങ്ങ വെള്ളം, പിന്നെന്താ ഈന്തപ്പഴം, പിന്നെ അല്ലാത്ത ലഘുപാനീയങ്ങൾ, ചെറിയ ചെറിയ സ്നാക്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേജറായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതൊരു ദിവസം ഉണ്ടാക്കി നോക്കൂ. ഇതൊരു അന്നത്തെ ഹോൾസം മീലായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ. നമുക്ക് വയറിലൊക്കെ വളരെ ലൈറ്റായിരിക്കുകയും ചെയ്യും, നല്ല ഫില്ലിംഗ് ആയിരിക്കുകയും ചെയ്യും. സൂപ്പറാണ്. അപ്പോൾ ഇതൊരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. നിങ്ങൾക്ക് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഇരട്ടി എടുത്താൽ 8 പേർക്ക് കഴിക്കാം. അങ്ങനെ. അപ്പോൾ ഇനി ഇതൊരു ടേസ്റ്റിങ്. ഇതിൽ എല്ലാവർക്കും ചെമ്മീൻ പീസ് കിട്ടണം എന്ന് യാതൊരു നിർബന്ധമില്ല. കാര്യം ഈ ഒരു ഗ്രേവി കംപ്ലീറ്റ് ചെമ്മീൻ്റെ ടേസ്റ്റാണ്, അതിൻ്റെ സ്റ്റോക്കും എല്ലാം കൂടി. അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിടി ചേർത്ത് ആഹാ, എന്താ ടേസ്റ്റ്. ട്രൂലി ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ല സ്വാദുള്ളൊരു വിഭവം വേറെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. അത്ര ടേസ്റ്റാണ്, തനി നാടൻ ടേസ്റ്റ്. ഇത് നമുക്ക് ഒരു ഹോട്ടലിൽ പോയാലും ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഇതേ റിസൾട്ട് കിട്ടും. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തനതായ ഒരു വിഭവമാണ്, ടിപ്പിക്കലാണ്, ഒരു മലബാർ വിഭവമാണ്. ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ഫാസ്റ്റിങ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, അല്ലാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരു ദിവസത്തെ ഡിന്നറോ ലഞ്ചോ ഒക്കെ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ റമദാൻ മാസത്തിലെ നോമ്പ് തുറ വിഭവങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു വിഭവം നമ്മുടെ LN വ്ളോഗ്സിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഐറ്റം, യമ്മി കഴിച്ചിട്ട് പറയണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് രശ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.